ബീഹാറിൽ സാമ്രാട്ട് ചൗധരി മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് എത്തുകയാണ്. നിതീഷ് കുമാർ എന്ന അതികായനായ രാഷ്ട്രീയ നേതാവ് മുഖ്യമന്ത്രി പദത്തിൽ നിന്നും പടിയിറങ്ങി അദ്ദേഹം വിശ്രമ ജീവിതത്തിലേക്ക് പോവുകയാണ്. രാജ്യസഭയിൽ അംഗത്വം എടുക്കുമ്പോഴും മോദിയുടെ ക്യാബിനറ്റിൽ മന്ത്രിയാകുമോ കേന്ദ്രമന്ത്രിയാകുമോ ഇല്ലയോ എന്നുള്ളതൊക്കെ വലിയ ചർച്ചയാവുകയാണ്. പക്ഷേ ഒരു കാര്യമുണ്ട്, JDUവിനെ പിളർത്താനുള്ള നീക്കമാണ് ഇപ്പോൾ നടക്കുന്നത്. JDUവിലെ പകുതിയിലധികം MLAമാരും വളരെ വൈകാതെ BJPയിൽ ചേരും. ഇത് നോക്കി നിൽക്കാൻ മാത്രമേ നിതീഷ് കുമാറിന് കഴിയുകയുള്ളൂ. കാരണം ബീഹാറിൽ മൊത്തത്തിൽ കള്ളക്കളി കളിക്കാൻ മുൻകൈയെടുത്തത് BJPയാണ്. ഇലക്ഷൻ കമ്മീഷനെ വരച്ച വരയിൽ നിർത്തിക്കൊണ്ട് ഇലക്ഷൻ കമ്മീഷനെ ഒരു കളിപ്പാവയായി ദുരുപയോഗിച്ചുകൊണ്ട് BJP നടത്തിയ ഒരു കൊയ്ത്തായിരുന്നു കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നമ്മൾ കണ്ടത്. RJD അവരുടെ ടേൺ കിട്ടുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ വരുമെന്ന് മനസ്സിലാക്കുമ്പോൾ BJP നടത്തിയ കാട്ടുകൊള്ളയാണ് അവിടെ ഉണ്ടായ വലിയ രീതിയിലുള്ള മുന്നേറ്റം. പക്ഷേ JDUവിന് കഴിഞ്ഞ തവണത്തെ പോലെയല്ല. ഇത്തവണ 80-ൽ കൂടുതൽ സീറ്റ് കിട്ടി. എന്നാൽ ഐക്യജനതാദളിന് കൃത്യമായി അറിയാം തങ്ങളുടെ MLAമാരെ സൃഷ്ടിച്ചെടുത്തതിൽ BJP നേതാക്കൾ എന്തൊക്കെയാണ് ചെയ്തത് എന്ന്. നിതീഷിനിപ്പോൾ പരാതിയോ പരിഭവമോ ഇല്ല. കാരണം സഖ്യകക്ഷികളെ പരമാവധി ഒതുക്കുകയോ തളർത്തുകയോ അവരുടെ വിലപേശൽ നടത്തി ഒരു ഡീലിലേക്ക് എത്തുകയോ ചെയ്യുന്നതാണ് വിവിധ സംസ്ഥാനങ്ങളിൽ BJP നേതാക്കൾ സ്ഥിരമായി നടത്തിയിട്ടുള്ളത്. മഹാരാഷ്ട്രയിൽ ഫഡ്നാവിസാണ് മുഖ്യമന്ത്രി. ബീഹാറിലും അതുപോലെ BJPയുടെ ഒരു നേതാവ് വേണം എന്നതായിരുന്നു അവരുടെ ആഗ്രഹം. വർഷങ്ങളായി BJPക്ക് ഒരു മുഖ്യമന്ത്രി ബീഹാറിൽ ഇല്ല എന്നുള്ളത് അവരെ വല്ലാതെ അലോസരപ്പെടുത്തിയ കാഴ്ചയാണ്. ഇപ്പോൾ അതിന് മാറ്റമുണ്ടായിരിക്കുന്നു. ബീഹാറും BJPയുടെ കയ്യിലായിരിക്കുന്നു. ബീഹാറിൻ്റെ രാഷ്ട്രീയപരമായ ഭൂപടത്തിൽ BJPയുടെ സുവർണ്ണ കാലഘട്ടമാണ് എന്നൊക്കെ പറയുന്ന ഒരു രീതിയിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുകയാണ്. അവിടെയാണ് വോട്ട് ചോരി, ന്യൂനപക്ഷങ്ങളുടെ ഏകീകരണം ഇതൊക്കെ ചർച്ചാ വിഷയമായി മാറുന്നത്. BJPയുടെ വളഞ്ഞ വഴിയിലുള്ള കള്ളക്കളി ജനങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞിരിക്കുന്നു. JDUവിൽ നിന്ന് നിരവധിയായ MLAമാർ RJDയിലേക്ക് എത്താനുള്ള സാധ്യതയാണ് കാണുന്നത്. അതായത് JDU രണ്ടായി പിളരും. BJPയിലേക്ക് പോകുന്നവരും RJDയിലേക്ക് പോകുന്നവരും. ആ പാർട്ടി നാമാവിശേഷമാകാൻ പോവുകയാണ്. ജയപ്രകാശ് നാരായണൻ്റെ പിൻഗാമികളായി അറിയപ്പെട്ടിരുന്ന നേതാക്കളായിരുന്നു നിതീഷ് കുമാറും ലാലു പ്രസാദ് യാദവും. ഇതിൽ നിതീഷ് കുമാർ BJPക്ക് കീഴടങ്ങി കഴിഞ്ഞു. വരും വരായികളെക്കുറിച്ച് കാര്യമായി ചിന്തിക്കാതെ വാർദ്ധക്യം വന്നു, ഇനി പിടിച്ചു നിൽക്കാൻ കഴിയില്ല എന്ന് മനസ്സിലാക്കി സാഷ്ടാംഗം മോദിയുടെ മുൻപിൽ കീഴടങ്ങുന്ന ഒരു അവസ്ഥ. ഇവിടെയാണ് നിതീഷ് കുമാറിൻ്റെ ഏറ്റവും വലിയ ദയനീയ പരാജയം. ലലൻ സിംഗ് അടക്കമുള്ളവർ നോക്കി നിൽക്കുകയാണ്. വളരെ വൈകാതെ ഇതേ കളി മറ്റു പലയിടങ്ങളിലും നടപ്പിലാക്കാനാണ് BJPയുടെ ശ്രമം. സഖ്യം നിന്നുകൊണ്ടിരുന്ന പല സംസ്ഥാനങ്ങളും എങ്ങനെ BJP പോക്കറ്റിലാക്കി എന്നുള്ളതിൻ്റെ നേർരേഖ കൂടിയാണിത്.